സിറിയയിൽ വിമതർ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചതിന് പിന്നാലെ അതിശക്തമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേൽ സൈന്യം നടത്തിയ ശക്തിയേറിയ ബോംബാക്രമണം ഭൂകമ്പമായി അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് പുറത്തുവരുന്നു. ബോംബാക്രമണത്തിൻ്റെ പ്രകമ്പനം ഭൂകമ്പത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിയുന്നതിനുള്ള റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ട്. ടാറ്റസിലെ ആയുധപ്പുരയിലാണ് സ്ഫോടനം നടത്തിയത്. ഇവിടെ നിന്ന് ഏകദേശം 820 കിലോമീറ്റർ അകലെ തുർക്കിയിലെ ഇസ്നിക്കിലുള്ള മാഗ്നറ്റോമീറ്റർ സ്റ്റേഷനിലാണ് ഭൂകമ്പ തീവ്രത രേഖപ്പെടുത്തിയത്. ഭൂകമ്പ തീവ്രത 3 ആണ് രേഖപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സ്വതന്ത്ര ഗവേഷകൻ റിച്ചാർഡ് കോഡാരോ ആണ് ഇക്കാര്യം എക്സിൽ കുറിച്ചത്. കനത്ത ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സിറിയയിൽ നടത്തിയത്. 2012 ശേഷം ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന വലിയ ആക്രമണമാണിതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സൈനിക കേന്ദ്രങ്ങളെയും ആയുധശാലകളെയും മിസൈൽ പ്രതിരോധ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ. സിറിയയിൽ ആധുനിക ആയുധങ്ങൾ സംഭരിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ പ്രധാനമായും ആക്രമണം നടത്തുന്നത്. സിറിയയുടെ ആധുനിക ആയുധങ്ങൾ ഹിസ്ബുള്ള അടക്കമുള്ള സായുധ സംഘങ്ങൾക്ക് ലഭിക്കാതിരിക്കാനാണ് ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. സിറിയയിൽ വിമതർ സർക്കാർ രൂപീകരിച്ചതിന് ശേഷമാണ് ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചത്. ആക്രമണം ശക്തമാക്കിയ ഇസ്രായേൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. ശനിയാഴ്ച രാത്രിയിൽ 5 മണിക്കൂറിനിടെ 61 മിസൈലുകളാണ് ഇസ്രായേൽ സിറിയയിലേക്ക് തൊടുത്തുവിട്ടത്. സിറിയയിലെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങളെന്ന് യുദ്ധനിരീക്ഷകരായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു. സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ വിമത സേനയായ തഹ്രീർ അൽ ഷാമിൻ്റെ തലവൻ അബു മുഹമ്മദ് അൽ ജൊലാനി പ്രതികരിച്ചു. സിറിയയിൽ ആക്രമണം നടത്തുന്നതിനെ ന്യായീകരിക്കാനാവില്ലെന്ന് ജൊലാനി പറഞ്ഞു. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ആക്രമണങ്ങൾ പരിധി വിട്ടുകഴിഞ്ഞു. വർഷങ്ങളോളം നീണ്ട യുദ്ധത്താലും സംഘർഷങ്ങളായും സിറിയ തളർന്നിരിക്കുന്നു. സിറിയയെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കാൻ ഇനി ആരെയും അനുവദിക്കില്ലെന്നും ജൊലാനി വ്യക്തമാക്കി. സിറിയയെ നശിപ്പിക്കുന്ന സംഘർഷങ്ങളല്ല ലക്ഷ്യം, രാജ്യത്തിൻ്റെ പുനർനിർമ്മാണമാണ്. സിറിയയെ ആക്രമിക്കാനുള്ള വേദിയാക്കിയത് ഇറാനാണ്. അതിന് അന്ത്യം കുറിക്കാൻ വിപ്ലവത്തിലൂടെ സാധിച്ചു. എന്നാലും ഇറാനുമായി ശത്രുതയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. സിറിയയിലെ ഇറാൻ്റെ സാന്നിധ്യം അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. ഇറാനിയൻ ജനതയോട് ശത്രുതയില്ലെന്നും ജൊലാനി വ്യക്തമാക്കി. അതിനിടെ അസദിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ വിമതർക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട്. ശനിയാഴ്ച വിമതർക്ക് നേരെയുണ്ടായ ഒളിയാക്രമണത്തിൽ 4 പേർ മരിച്ചു. മെഡിറ്ററേനിയൻ തീരനഗരങ്ങളായ ലഡാക്കിയ, ടാറ്റസ്, ബെജ്ലഹ് എന്നിവിടങ്ങളിലാണ് ആക്രമണമുണ്ടായത്. തുർക്കി അനുകൂല സുന്നി സംഘടനയായ ഹൈലാഖ് അൽ ഷാമിലെ അംഗങ്ങളാണ് മരിച്ചത്. സിറിയയിൽ പലയിടങ്ങളിലും ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി. രാജ്യത്തെ സ്കൂളുകളും കോളേജുകളും ഞായറാഴ്ച തുറന്നു. 5 ദിവസത്തിനിടെ തുർക്കി അതിർത്തി വഴി 7600 സിറിയൻ അഭയാർത്ഥികൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്തിയെന്ന് സിറിയയിലെ മനുഷ്യാവകാശ പ്രവർത്തകർ അറിയിച്ചു.